ചിരഞ്ജീവിയായ പരശുരാമനാൽ മഴു എറിഞ്ഞു ഉണ്ടായ ദേശമാണ് കേരളം എന്നാണ് ഐതിഹ്യം. അങ്ങനെയുള്ള കേരളത്തിൽ ഉള്ള ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവനന്തപുരത്തുള്ള തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം. ചതുർബാഹു രൂപത്തിലാണ് ഇവിടെ പരശുരാമനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. താമരയ്ക്ക് പകരം പരശുരാമൻ്റെ മഴുവാണുള്ളത്. മഹാദേവനും ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യമുണ്ട്. ഇവിടെ ഉപദേവതകളായിട്ട് ഗണപതി, മത്സ്യമൂർത്തി, വേദവ്യാസൻ, ശ്രീമുരുകൻ, ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ, ബ്രഹ്മാവ് തുടങ്ങിയവരാണ്. ശ്രീ ശങ്കരാചാര്യർ തൻ്റെ അമ്മയുടെ ബലി അർപ്പിക്കാൻ ഇവിടെ എത്തിയപ്പോൾ ബ്രഹ്മാവ്, പരശുരാമൻ, മഹാദേവൻ എന്നിവർ ദർശനം നൽകിയെന്നും പിന്നീട് മൂവരെയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതിനാൽ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം. പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന അതേ സമയത്താണ് ഇവിടെയും ഉത്സവം ആരംഭിക്കുക. 2000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് വില്വമംഗലം സ്വാമിയാണ് എന്നാണ് വിശ്വാസം. പരമഭക്തനായ വില്വമംഗലം സ്വാമിയാർക്ക് അനന്തശായിയായ ഭഗവാന്റെ ദർശനം ഉണ്ടായെന്നും ഭഗവാന്റെ ശിരസ് സ്ഥിതി ചെയ്തത് ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്തും ശരീരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്തും പാദങ്ങൾ തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്തുമാണ്. മരണാന്തര കർമ്മമായ ബലിതർപ്പണത്തിനാണ് ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യം. സ്വന്തം അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത പരശുരാമൻ്റെ ഈ ക്ഷേത്രത്തിൽ ബലി അർപ്പിച്ചാൽ മരിച്ചവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. കർക്കിടക വാവിന് ബലി അർപ്പിച്ചാൽ 1 വർഷം മുഴുവൻ ബലി അർപ്പിക്കുന്ന പുണ്യമാണ് ലഭിക്കുക. മഹാമത്സ്യമൂർത്തിം ഹരേ കൃഷ്ണ കീർത്തിം നമോ പരശുരാമം തിരുവല്ലമീശം. ക്ഷേത്രത്തിൻ്റെ അകത്തു തന്നെ ബലി അർപ്പിക്കാൻ സാധിക്കുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. ദിവസവും ഇവിടെ ബലി അർപ്പിക്കാൻ സാധിക്കും. തുലാമാസത്തിൽ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് വരുന്ന വിധത്തിലാണ് ക്ഷേത്രോത്സവം. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 3 കിലോമീറ്റർ അകലെയായി കരമനയാറിൻ്റെ കരയിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭജേ കേരളാഖ്യം ജലാദേശമാർഗം